വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ശാലിനിയും മക്കളും ഒന്നിച്ച് വാടക വീട്ടിലേക്ക് താമസം മാറിയ ആ ഒരു രാത്രി തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ സെറ്റിയിലിരുന്ന് ഉറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി എത്തുകയാണ്. ശാലിനി എന്നിട്ട് വിഷ്ണുവിൻ്റെ കവിളിലേക്ക് ഒരു മുത്തം കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണുറക്കുകയാണ്. അന്നേരം ശാലിനി നിൽക്കുന്ന നിപ്പ് കാണുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. കയ്യിലൊരു കേക്കൊക്കെ ആയിട്ടാണ് ശാലിനി നിൽക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ വിഷ്ണുവേട്ടൻ എന്നെഴുതിയൊരു കേക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹസ്ബൻഡ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ വിഷ്ണു അത് ആലോചിച്ചില്ല. പക്ഷേ ശാലിനി ഓർത്ത് വച്ചിരുന്ന് കേക്കൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു രാത്രി ഒരു സർപ്രൈസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ശാലിനിയെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ പിള്ള ചെല്ലുന്നുണ്ട്. ആ രാത്രി തന്നെയാണ്. അന്നേരം പിന്നെ വിഷ്ണുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നാളെ പിറന്നാൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം നമ്മൾ രണ്ടുപേരും കൂടി ചെല്ലണമെന്ന് പിള്ളയെ ചട്ടം കെട്ടി ശാലിനി വിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ അത് പറയാനാണ് പിള്ള വന്നത്. ഈ ഒരു വാർത്തയാണെങ്കിൽ രാഘവൻ നായർ സത്യഭാമയോട് പറയുകയാണ്. അന്നേരം ഭാമയ്ക്കിങ്ങനെ ആകെ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ഭാമ ഓർത്തിരുന്നോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ ഭാമയ്ക്ക് ശാലിനി അവിടെ വിഷ്ണുവിൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടാക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അകപാട് ദേഷ്യം വരികയാണ്. അന്നേരം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അവളുടെ അടിമച്ചോറ് ഉണ്ണാനായിട്ട് പോകാൻ ഈ സത്യഭാമയെ കിട്ടില്ല എന്നിങ്ങനെ ഭാമ ദേഷ്യത്തോടെ പറയുമ്പോൾ ആ സന്തോഷത്തോടെയാണ് പിള്ള വന്ന് പറഞ്ഞത്. പക്ഷേ അത് കേൾക്കുമ്പോൾ ഭാമയുടെ ആ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ പിള്ളയ്ക്കും അടുത്ത് നിൽക്കുന്ന പൊന്നിക്കും ഒക്കെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ രാഘവൻ നായർ ഇങ്ങനെ തലകുലുക്കുകയാണ് നടന്നത് തന്നെ എന്നുള്ളത്. എന്നാലും ഭാമ ഓരോന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും പിന്നീടും അതൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ രാഘവൻ നായർ ആ ഒരു ദേഷ്യമൊന്നുമില്ല. തന്നെ എന്നും പറഞ്ഞിങ്ങനെ തലകുലുക്കി ഇരിക്കുന്നേ ഉള്ളൂ. ഈ രണ്ട് സീനാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യഭാമ പിറ്റേന്ന് ഒരു പിറന്നാളായിട്ട് വിഷ്ണുവിൻ്റെ അവിടേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പിറന്നാൾ ദിവസമാണ് ശാലിനിയും വിഷ്ണുവും കുട്ടികളും ഒക്കെ ഒരുങ്ങി അമ്പലത്തിലേക്കൊക്കെ പോകുന്ന എവിടെയൊക്കെ പോകുന്ന സീനൊക്കെ ഉണ്ട്. അതിനുശേഷം ഇനി സത്യഭാമയെ കാണാനായിട്ട് ചെല്ലുമോ അതേ ഭാമ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.